ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വാഹനം പർച്ചേസ് ചെയ്യാം. ചോദിക്കുന്നത് 5,90,000 രൂപയാണ്. ഇന്ത്യയിലും വലിയ കുഴപ്പം. 14 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന 2 വീല് ഓട്ടോമാറ്റിക് ഫോർച്യൂണറിന് നിങ്ങൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് NOC 12,90,000 രൂപ. 2013 മോഡൽ. 2013 മോഡല് അല്ലേ? ലൈറ്റ് ഒക്കെ നല്ല ലുക്ക് ഉണ്ട്. പുതിയ പ്രോജക്റ്റഡ് ഹെഡ് ലാമ്പ് DRL 11,90,000 രൂപയ്ക്ക് NOC എടുത്തു കൊടുക്കാം. 1190. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ വൺ ഡ്രൈവിൽ കുറച്ച് പുതിയ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ഫോർച്യൂണറൊക്കെ എൻ്റെ പുറകെ കണ്ടില്ലേ? ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് ബ്ലാക്ക് ഫോർച്യൂണർ. ബ്ലാക്ക് റോഡ് കൂടെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ലുക്കാണെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ മോഡൽ ഫോർച്യൂണർ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണെന്ന് പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ മുന്നേ കാണിച്ച കുറച്ച് വണ്ടികളാണ് അതിൻ്റെ മുന്നേത്തെ വീഡിയോകളിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൽ കൊണ്ടുവച്ചാൽ നല്ല മാർക്കറ്റ് പ്രൈസിന് തന്നെ വിറ്റ് തരുന്നതായിരിക്കും. നല്ല വാഹനമായിരിക്കണം, അതേപോലെ തന്നെ ക്വാളിറ്റി വാഹനമായിരിക്കണം. നമ്മളെ ഷോറൂമിനെ പറയിപ്പിക്കരുത്. അങ്ങനത്തെയുള്ള വാഹനങ്ങൾക്കൊക്കെ നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ സൗകര്യങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് ഫൈസൽ ബ്രോ ആണ്. ഫൈസൽ ബ്രോ, മലയാളി വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ള ഡ്രസ്സിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫൈസൽ ബ്രോന്റെ മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിലും ഒക്കെ പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ, കമോൺ ഗൈസ്. ഒരു കരിമ്പുലിയത്തിനെ പരിചയപ്പെടുത്താം. കാണാൻ നല്ല ബർക്കത്തുണ്ടല്ലേ? ബ്ലാക്ക് കളറ്, GR-ന്റെ കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഇത് പുതിയ 12-ന് ശേഷം വരുന്ന പുതിയ ടൈപ്പ് 2 ആണോ അതോ കൺവേർട്ട് ചെയ്താണോ? അല്ല, ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ്. എത്ര മോഡൽ വരുന്നത്? 2013 മോഡൽ. 2013 മോഡല് അല്ലേ? ലൈറ്റ് ഒക്കെ നല്ല ലുക്ക് ഉണ്ട്. പുതിയ പ്രോജക്റ്റഡ് ഹെഡ് ലാമ്പ് DRL അതൊക്കെ വരുന്ന GR-ന്റെ കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ അല്ലേ? ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്ക് ശരിക്ക്. എത്രയാണിത് മോഡല്, കിലോമീറ്റർ, ഓണർ? ഇത് 2013 2 വീൽ ഓട്ടോമാറ്റിക്. 2013 മോഡല് 2 വീല് ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ അത് ഓടിയിട്ടുള്ളത്? 1,29,000 കിലോമീറ്റർ ഓട്ടം. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒറിജിനലാണ്? ഒറിജിനൽ 14 ആണ്. ആഹാ, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നില്ലേ? വർക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? വർക്കിംഗ് ഒക്കെ പക്ക വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഡോറ്, ഡിക്കി, ബോണറ്റ് ഒന്നും റീപ്ലേസ് ഇല്ല. ടയറൊക്കെ എത്ര ശതമാനം വരെ? ടയറൊക്കെ ഒരു 80% ടയർ ഉണ്ട്. 80% വരുന്നുണ്ട്. ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് ഷോറൂമിൽ കൊണ്ട് കാണിച്ച് ഫുൾ ഹിസ്റ്ററി എടുത്തിട്ട് എടുത്താൽ മതി. ഇത് കേരള നമ്പർ ആയ വണ്ടിയാണോ? നമ്പർ ആയ വണ്ടിയാണ്. KL 84ലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. അതെ. അപ്പൊ ഓണർഷിപ്പ് എത്ര പറഞ്ഞു? ഓണർഷിപ്പ് 3rd. ഓൾറൗണ്ട് ലുക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയർ ഒക്കെ കാണിച്ചു കൊടുക്കി. ഇന്റീരിയർ ഒക്കെ നല്ല ഇന്റീരിയർ ആണ്. ടയർ ബാക്കിലൊക്കെ കൂടുതലുണ്ട് തോന്നുന്നില്ലേ? ഒരു 80% മേലെ ടയർ ഉണ്ട്. ഇന്റീരിയറും വലിയ മോശമൊന്നും പറയാനില്ല. ഇല്ല. പിന്നെ വേണ്ടവര് വർക്ക്ഷോപ്പിലോ ഷോറൂമിലോ എവിടെയും കൊണ്ടുപോയി കാണിച്ച് നോക്കിക്കോട്ടെ. അതെ. അപ്പോൾ എത്ര ഈ കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? നമ്മൾ ചോദിക്കുന്നത് 13,90,000 രൂപ. നമ്പർ ആയ വണ്ടിക്ക് 13,90,000 രൂപ. 2013 2 വീൽ ഓട്ടോമാറ്റിക്. 14 നീ നേരത്തെ 14 2 വീല് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ. കുറച്ച് കൂടുതലാണോ റേറ്റ്? റേറ്റ് കൂടുതലാണോ? ഒരിക്കലും അല്ല. അല്ല അല്ലേ? എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ? ചെയ്ത് കൊടുക്കാം. 13,90,000 ചോദിക്കണത്. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 12 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഈ 14 വണ്ടി എന്ന് പറയുമ്പോൾ എക്സ്പയറി ഡേറ്റ് വരെ ലോണ് കിട്ടുള്ളൂ. 4 വർഷം കിട്ടും. 4 വർഷം ഇപ്പൊ 25 കഴിയാറായില്ലേ? 7-ാം മാസമായില്ലേ? അതെ. അപ്പൊ 4 വർഷം 3.5 വർഷം ലോൺ. 10 ലക്ഷത്തിനൊക്കെ മര്യാദ അടവ് വരും. അതെ അല്ലേ? അത് വരും. അപ്പൊ അതിനൊക്കെ താല്പര്യമുള്ളവര്, ഈ ബ്ലാക്ക് കരിമ്പുലിയെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളി. ഇതൊരു ആവറേജ് ക്വാളിറ്റി വണ്ടിയാണ്. പെയിന്റിംഗ് ഒക്കെ അടിപൊളിയാണ്, ഉഷാറാണ് കാണാനൊക്കെ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് വീണ്ടും ഒരു 2015 മോഡൽ ഫോർച്യൂണർ പരിചയപ്പെടാം. ഇതിന്റെ എങ്ങനെയാണ് ഡീറ്റെയിൽ എന്താണ്? 2015 മോഡല് ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. കേരളത്തിക്ക് നമ്പർ ആയിട്ടുണ്ട്. എവിടെയാണ്? KL 11 നമ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ മോഡല്, കിലോമീറ്റർ, ഓണർ? 2015 മോഡല് 4 വീൽ ഓട്ടോമാറ്റിക്. 4x4 കുറച്ച് ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ എന്തൊക്കെ റീപ്ലേസ്മെന്റ് ഉള്ളത്? ഇതിന് റീപ്ലേസ് ആയിട്ട് മെയിൻ ഗ്ലാസ് മാത്രം. സോറി, ഒരു റീപ്ലേസും ഇല്ല. മെയിൻ ഗ്ലാസ് ഒറിജിനലാണ്. ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത 4 വീല് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ.
ഓട്ടോമാറ്റിക് വണ്ടി. അപ്പോൾ ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട്? ഓണർഷിപ്പ് ഇപ്പോൾ സെക്കൻഡ് ആയി. ഇപ്പോൾ നമ്പർ KL11 നമ്പർ ആയപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ആയി. ഡൽഹി ആയിരിക്കും, അതുകൊണ്ട് വേഗം NOC എടുക്കേണ്ടി വരും. അതെ അതെ. അപ്പോൾ എടുത്തുകൊണ്ട് നമുക്ക് കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. ആ നമ്പർ ആയ വണ്ടി ആയതുകൊണ്ട് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലായിട്ടുണ്ട്. വണ്ടി എങ്ങനെയുണ്ട് ക്വാളിറ്റി ഒക്കെ? വണ്ടി പക്ക 100%. ഇപ്പോൾ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് തീമിലാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ആ ഒരു തീമിലാണ് വരിക. 4x4 ഓട്ടോമാറ്റിക്കിന് വരുന്ന ഒരു തീമാണത് അല്ലേ? അതെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, കണ്ടീഷൻ വണ്ടിയാന്ന് പറഞ്ഞത്. പക്ക കണ്ടീഷൻ വണ്ടി. പക്ക കണ്ടീഷൻ വണ്ടി. ഇന്റീരിയർ ഒക്കെ പക്കയാണ് അല്ലേ? ഓക്കെ. ഇനി നിങ്ങളെ റേറ്റ് ഒന്ന് കേട്ടാട്ടത് നമ്മളെ കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു റേറ്റ് 17,50,000 രൂപ. 17 ലക്ഷം രൂപയ്ക്ക് 2015 മോഡല് 4 വീല് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഫോർച്യൂണർ. വില കുറച്ച് അധികമല്ലേ? നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ രീതിയിൽ കുറക്കാം. ചെറിയ രീതിയിലൊക്കെ വരുന്നവർക്ക് കുറച്ച് കൊടുക്കുന്ന പൈസയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് താല്പര്യമുള്ള ഒരു 4 വീല് നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ് കേട്ടോ. പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് മേടിക്കുക. ഇനി ഇതേപോലത്തെ ഒരു വാഹനം 14 മോഡൽ 15 രജിസ്ട്രേഷൻ. 14 മോഡൽ 15 രജിസ്ട്രേഷൻ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കണ്ടിട്ട് ഓണാക്കി സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ? 2014 15 രജിസ്റ്റർ. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2 വീല് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. അതെ, സിംഗിൾ ഓണർ. കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ. ജെനുവിൻ സർവീസ്. 190. തിരിച്ചിട്ടുണ്ടോ? ഇല്ല. തിരിച്ചിട്ടൊന്നുമില്ല. ജെനുവിൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. തിരിമറികളൊന്നും നടക്കാത്ത വണ്ടിയാണ്. വണ്ടി ക്വാളിറ്റി, എഞ്ചിൻ ഭാഗം, മെക്കാനിക്കൽ ഭാഗം എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടോ? ഇല്ല. കസ്റ്റമർക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ചെക്ക് ചെയ്യാം. ടയോട്ടന്റെ ഷോറൂം പോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതെ. ടയറൊക്കെ ഒരു 60-70% ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട്? ഇന്റീരിയർ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താളി. 100% പക്ക ഇന്റീരിയർ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മുഷ്ടിലൊന്നും വന്നിട്ടില്ല. ഇല്ല. പിന്നെ സീലിംഗ് ഒക്കെ കണ്ടാലും വലിയ മുഷ്ടിലോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ ഈ ബട്ടണുകൾ, ഇതൊക്കെയാണ് വണ്ടി ഒരുപാട് ഓടിയാൽ മനസ്സിലാകുന്നത്. ബട്ടണുകൾ, അതുപോലെ സ്റ്റെയറിങ്, പിന്നെ വിൻഡോ ബട്ടണുകൾ, ഇതൊക്കെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. അതെ. അപ്പോൾ എത്രയാണ് ഈ 14 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന 2 വീല് ഓട്ടോമാറ്റിക് ഫോർച്യൂണറിന് നിങ്ങൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? NOC 12,90,000 രൂപക്ക്. ഒരു 11 വന്നു. ഇല്ല. 12,90,000 രൂപക്ക് പിന്നെ എടുക്കുന്ന പാർട്ടിന്റെ പേരിൽ NOC എടുത്തു കൊടുക്കും. നമ്പർ അവരാക്കണം. ഒരു 3 ലക്ഷം റുപ്യ നമ്പർ ആക്കാൻ വരൂല്ലേ? 3 ഒന്നും വരില്ല. ഒരു 2 സംതിങ്ങിന്റെ ലെവലിൽ. 3ന്റെ ഉള്ളിൽ അതെ നമ്പർ ആക്കാനും വരും. അപ്പോൾ ഒരു 15 ലക്ഷം രൂപയോളം ഏകദേശം നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ഇതിപ്പോ ഈ അതർ സ്റ്റേറ്റ് വാഹനത്തിന് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. NOC എടുത്തു കഴിഞ്ഞാൽ, ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ലോൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ NOC എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ലോൺ ചെയ്യാനുള്ള പ്രോസസ് ഒരു മാസം കൊണ്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇറക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇറക്കാം. ഇനി റെഡി പേയ്മെന്റിനാണെങ്കിൽ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കും ചെയ്യാം. അപ്പൊ അടുത്തതായിട്ട് ഒരു ക്രിസ്റ്റ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആകെ ഒരു ക്രിസ്റ്റയാണ് ഈ മാസം നമ്മൾ സെയിലായിട്ടുണ്ട് അല്ലേ? മാഷാഅല്ലാ. അപ്പൊ ഒരു ക്രിസ്റ്റ G4 മാനുവൽ UP രജിസ്ട്രേഷൻ. അപ്പുറത്ത് കിടക്കുന്ന സെയിലായതല്ലേ? അത് പിന്നെ ഈ മാസം ലാസ്റ്റ് കൊണ്ടുപോകും. അപ്പൊ ഇത് UP രജിസ്ട്രേഷനുള്ള ഒരു ക്രിസ്റ്റ G4 വണ്ടി എങ്ങനെയുണ്ട്? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി. എന്തെങ്കിലും റീപ്ലേസ്മെന്റുകളുള്ള വണ്ടിയാണോ? റീപ്ലേസും കാര്യങ്ങളും ഒരുപാട് ഓടിച്ചടച്ച് കിലോമീറ്റർ തിരിമറി നടത്തി? 1,72,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ്. 1,72 ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ്. ടയോട്ടന്റെ വണ്ടി ആകുമ്പോൾ എത്ര ഓടിയാലും കുഴപ്പമില്ല, ജെനുവിൻ ആയിരിക്കണമെന്നേ ഉള്ളൂ. മാത്രല്ല സർവീസ് കറക്റ്റ് ആയിരിക്കും. ഓയിൽ ചേഞ്ചിങ് ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ എത്ര ഓടിയാലും ഒരു പ്രശ്നമില്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? ബാക്കി സൈഡും ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60% കാണുന്നുണ്ട്. സൈഡ് പ്രൊഫൈലൊന്നും വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ഒറ്റ ലുക്കിൽ കാണുന്നില്ല. ഇന്റീരിയർ കാണിച്ചു കൊടുക്കാം.
തുറന്നോളി. ആ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും വലിയ സ്ക്രാച്ചോ ഡെന്റോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ അങ്ങനെ ചെറിയൊരു പൊട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അത് വലിയ വിഷയമുള്ള കാര്യമില്ല. നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ചോണം. അല്ല എന്നാലും പറഞ്ഞു കൊടുക്കണല്ലോ. ഇത് ഓരോരുത്തർ ഗൾഫിൽ നിന്നിട്ടൊക്കെ കാരണം വീഡിയോ കാണുക. അപ്പൊ കാണുന്നവര് ഇതൊക്കെ വന്ന് ഫുള്ള് ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ടതിന് ഒരു പകരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ വെച്ചിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ ഭാഗങ്ങളും കാണണ്ടേ. ഇനി ഇന്റീരിയർ കാണിച്ചു കൊടുക്കുകയാണെങ്കിലും ആ ആ വലിയ പ്രശ്നങ്ങളൊന്നും ഇതിൽ കാണുന്ന എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. ഫ്ലഡോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഗ്യാരണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ടോട്ടൽ ലോസ് ഫ്ലഡ് അത് നമ്മൾ എല്ലാ വണ്ടിക്കും ഗ്യാരണ്ടി കൊടുക്കണം. ഗ്യാരണ്ടി കൊടുക്കും. അങ്ങനെയുള്ള വാഹനങ്ങൾ ഇവിടെ വാഹനങ്ങൾ നമ്മൾ വൺ ഡ്രൈവില് അങ്ങനെയുള്ള പറഞ്ഞിട്ടാ കൊടുക്കും. അല്ല ഇതുവരെ നമുക്ക് അങ്ങനത്തെ വാഹനങ്ങൾ വന്നിട്ടില്ല. അല്ല അങ്ങനെ വന്നാ പറഞ്ഞിട്ടേ കൊടുക്കും. എന്നാ അങ്ങനത്തെ വണ്ടി കച്ചവടം ചെയ്യാൻ നിൽക്കരുത്. നല്ല കച്ചവടം ചെയ്താൽ മതി. തീർച്ചയായിട്ടും. പിന്നെ ഡോർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഡോറിന്റെ പാഡുകള് ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇനി ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ എന്തെങ്കിലും കാണുമെന്ന് അറിയില്ല. സീറ്റ് കമ്പനി സീറ്റാണ്, ടച്ച് സ്ക്രീന്, അതേപോലെ റിവേഴ്സ് ക്യാമറ ഒക്കെ അല്ലേ, ക്ലൈമറ്റ് കൺട്രോൾ, AC ക്ലൈമറ്റ് കൺട്രോൾ ഇല്ലല്ലേ, G4 ആണ്. 1,74,147 കിലോമീറ്റർ കറക്റ്റ് മീറ്ററിൽ കാണുന്നുണ്ട്. ജെനുവിൻ ആണെന്നാണ് പൈസയിൽ പറഞ്ഞത്. ഓക്കെ. 2016 മോഡല് സിംഗിൾ ഓണർ 1,74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ഹിസ്റ്ററി ഉള്ള വണ്ടി. ടാക്സിയിലൊന്നും അല്ലല്ലോ. അല്ലല്ലോ. ടാക്സിയിലൊക്കെ ആണെങ്കിൽ കാരിയർ വെച്ച പാടുകളൊക്കെ കാണും. അതൊന്നുമില്ല. എത്രക്ക് ഈ വാഹനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? 11,90,000 രൂപയ്ക്ക് NOC എടുത്തു കൊടുക്കാം. 11,90,000 NOC എടുത്തു കൊടുക്കാം. NOC എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ആക്കാൻ വേറെ ചെലവ് വരും എന്നാണ് അർത്ഥം. 1,40,000 രൂപ ചെലവ് വരും. അപ്പോൾ 1,40,000 കൂടി കൂട്ടിയിട്ട് അപ്പോൾ ഒരു 13 ലക്ഷം നെഗോഷ്യബിൾ ഒക്കെ കടന്നാൽ 13 ലക്ഷത്തിന്റെ ഒക്കെ താഴേക്ക് നമുക്ക് സെയിൽ ചെയ്യാം. ഈ വാഹനത്തിന് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. ഇതേപോലെ ഇപ്പൊ ഫോർച്യൂണറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ പിന്നെ NOC എടുത്ത് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളല്ലേ ഒരു പുതിയ ഫോർച്യൂണർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ ഫോർച്യൂണർ ഒന്ന് കാണട്ടെ. ഇതൊക്കെയാണ് ആ മുതല്. ഇതാണ് ആ മുതല്. ഇപ്പൊ ഒരു ഫോർച്യൂണർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവര് മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ പുതിയ മോഡലാണ്. ഈ വണ്ടി എങ്ങനെയുണ്ട്? ഹൈ ക്വാളിറ്റി വണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എത്രയാണ് മോഡല്? 2017 മോഡല്. 2017. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഓട്ടോമാറ്റിക്. 2 വീലോ 4 വീലോ? 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീല് ഓട്ടോമാറ്റിക്. 2 വീലൊക്കെ മതി നമ്മൾ സാധാരണക്കാർക്ക്. പിന്നെ ഈ 4 വീൽ എന്നൊക്കെ പറഞ്ഞത് എന്തെങ്കിലും മല കയറാൻ പോകുന്നവർക്കോ അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൽ കൂടെ പോകുന്നവർക്കോ അങ്ങനത്തെ ആവശ്യമുള്ളൂ. ഇവിടെ എന്താ ഒരു സ്ക്രാച്ച് പോലൊക്കെ കാണുന്നത്? എന്തോ പശ പോലെ കാണുന്നുണ്ട്. ഇല്ല, തുടച്ചാ പോണ സാധനം. ഡെന്റോ ക്രാക്കോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. എല്ലാ ഭാഗങ്ങളും ഒറിജിനലാണ്. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. അത് തേങ്ങ വീണതായിരിക്കും, അല്ലെങ്കിൽ ചക്ക. അല്ല ഇത് എവിടുന്ന് വന്ന? ഡൽഹിന്ന്. അപ്പൊ ചില ഐസ് ക്യൂബുകളൊക്കെ വീണിട്ട് പൊട്ടിയതായിരിക്കും അല്ലേ? മഞ്ഞ് കട്ടകളൊക്കെ വീണിട്ട് എന്തോ ആയിക്കോട്ടെ. ബോണറ്റ് ഹെഡ്ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതിന് എന്ത് വീണിട്ട് മാറിയാന്ന് നിങ്ങൾ ഊഹിച്ചെടുത്ത കല്ലടിച്ചതാണെന്ന് നമ്മളോട് കസ്റ്റമർ പറഞ്ഞത്. അത് എങ്ങനെയോ ആയിക്കോട്ടെ, മാറിയിട്ടുണ്ട്. വേറെ ഒന്നും മാറിയിട്ടില്ല. ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ ബമ്പർ, പിന്നെ ഹെഡ്ലൈറ്റ്, ബോണറ്റ്, ഇത് ഏതെങ്കിലുമൊക്കെ മാറേണ്ടതാണ്. അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് എന്താണ് ഇങ്ങനെ ഗ്ലാസ് മാറണമെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഒരുപാട് തണുപ്പും ഒരുപാട് ചൂടുണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഈ വണ്ടികൾ വരുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, അവര് ലോങ്ങിലൊക്കെ വണ്ടി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് മാറ്റേണ്ട അവസ്ഥ. അപ്പോൾ ഇത് ഏതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഫുൾ ഓപ്ഷൻ അല്ല, 4 വീലല്ല. പിന്നെ ഡിക്കി ബാക്ക് ഭാഗങ്ങളൊക്കെ വന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. വേറെ റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി കാണുന്നുണ്ട്. ഒരു ഡൽഹിന്ന് വന്ന വണ്ടി പോലെ തോന്നുന്നില്ല. അവിടെ നിന്നൊക്കെ വരുമ്പോൾ സ്ക്രാച്ച് ഡെൻ്റൊക്കെ ആയിട്ട് എന്താ പറയുക ഇതുണ്ടാവും. ഇതെന്തെങ്കിലും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്ക്രാച്ചുകളോ എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ? ഇല്ല. റീപെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. സിംഗിൾ ഓണർ അല്ലേ? കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ജെനുവിന്. 1.5 ലക്ഷം കിലോമീറ്റർ ടയോട്ടന്. ഇതിൻ്റെ ഡിക്കിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വൺ ടച്ച് ആയിട്ട് ഇലക്ട്രിക്കലാണ്. വൺ ടച്ച് ആയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി.
അത് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെയുണ്ട്. അത് തൊടണ്ട. ഇങ്ങനെ ഒരു പുതിയ മോഡൽ ഫോർച്യൂണറിന് ഒരു ഇത് വരുന്നുണ്ട്. അവിടെ ഒരു 1 ടച്ച് കൂടി ചെയ്താൽ അവിടെ തന്നെ ഒരു 1 ടച്ച് കൂടി ചെയ്താൽ താഴും ചെയ്യും. ഇല്ല, ഇവിടെ അങ്ങനെ ഒരു 1 ടച്ച് ചെയ്താൽ മാറി. പിന്നെ ഇത് പിന്നെ ഡോറ് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ അടക്കാൻ മറന്നാലും ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഇത് ഈ വണ്ടിക്ക് ഉണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ എങ്ങനെ വരുന്നുണ്ട്? ഇന്റീരിയർ ഒക്കെ ഹൈ ക്വാളിറ്റിയാണ്. എന്തെങ്കിലും ഉള്ളിൽ മുഷിച്ചില് സ്ക്രാച്ച് ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറൊക്കെ അത്രയും പെർഫെക്റ്റാ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആര് കണ്ടാലും മോശം പറയില്ല. പിന്നെ റൂഫൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഉള്ളത്. അപ്പോൾ 17 മോഡൽ അല്ലേ? അതെ, സിംഗിൾ ഓണർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കമ്പനി തന്നെ സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ഈ മുതൽ നമ്മൾ ആസ്ക് ചെയ്യുന്നത്? ഞങ്ങൾ ചോദിക്കുന്നത് 25,90,000 രൂപ. 25,90,000 രൂപയ്ക്ക് ഈ വണ്ടി ഇറങ്ങുമ്പോൾ എത്ര റേറ്റ് ഉണ്ട്? ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 50 ലക്ഷത്തോളം രൂപ വില ഉണ്ട്. 50 ലക്ഷത്തോളം രൂപ വില വരുന്ന വണ്ടി. ഇപ്പൊ നമ്മൾ എത്രയാണ് ആസ്ക് എന്ന് പറഞ്ഞാൽ 25,90,000 രൂപ. 25,90,000 രൂപയ്ക്ക് ഇത് കേരള നമ്പർ ആക്കിയിട്ടല്ലേ കൊടുക്കുക? കേരള നമ്പർ ആക്കിയിട്ട് 25,90,000 രൂപ കൊടുക്കും. ഈ പറഞ്ഞ റേറ്റ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഒരു പുതിയ മോഡൽ ഫോർച്യൂണർ നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഒരു പ്രശ്നമില്ല ഫൈസൽ പറഞ്ഞത്. നോക്കിയിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇനി ഇങ്ങനെ നോക്കിയിട്ടും നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വാഹനം പർച്ചേസ് ചെയ്യാം. കുറച്ച് ചെറിയ പൈസക്ക് നെഗോഷ്യബിൾ ആയിട്ട് തരുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് പ്രീമിയം കാറൊക്കെ കാണുന്നുണ്ട്. BM എത്ര മോഡല്? 2016 മോഡൽ. 16 മോഡൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം? 13.5 ലക്ഷം രൂപ. 13.5 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കില്ല. ഇത് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. ഇത് പുതിയ മോഡലാണ്. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരും. നമ്പർ ആക്കാൻ നമ്മളൊരു ഓഫർ BM ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. ഇത് ഏതാ മോഡൽ? ചോദിച്ചിരുന്നത് 11 ലക്ഷം രൂപയായിരുന്നു. 2010 ഫേസ് ലിഫ്റ്റ്, പുതിയ മോഡൽക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. നമുക്ക് ഫൈനലിൽ 10,25,000 രൂപ ഇട്ടേ കൊടുക്കാം. വേണ്ട, 10 കൊടുക്ക്. 10 പിന്നെ 10 ലക്ഷം രൂപയ്ക്ക് അലിക്ക പറഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപക്ക് 10 ലക്ഷം രൂപയ്ക്ക് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. 2010 മോഡല്. 1,28,000 അല്ലേ? ഇനി 320 ഇതാ. 320 ഉണ്ട് BM. ഇത് ഓഫർ കൊടുക്കുവോ? ഇത് ഓഫർ കൊടുക്കാം. 8,50,000 രൂപ കൊടുക്കാം. എത്രയെന്ന് മുന്നേ ചോദിച്ചിരുന്നത്? ഇത് 8,90,000 രൂപ ചോദിച്ചു. ഫണ്ടാക്കാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാ ചെറിയ ചെറിയ വിലക്ക് ഇത് ബെൻസ് 220 കൊടുക്കാം. ഇത് ഈ BM ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ആകെ 60,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. ഇതോ അതേപോലെ തന്നെ സിംഗിൾ ഓണറാണ്. ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8.5 ലക്ഷം രൂപയ്ക്ക് ഇതും കൊടുക്കാം. 8.25 ചോദിച്ചിരുന്നത്. 8.5 ലക്ഷം രൂപ കൊടുക്കാം. 25,000 കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി വെച്ചും കുറയോ? ഇല്ല. ലാസ്റ്റ് റേറ്റ് ആണ്. പിന്നെ ഇവിടെ പുറത്ത് ഏതൊക്കെ വണ്ടികൾ വന്നിട്ടുണ്ട്? അൾട്ടീസ് ഉണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന അൾട്ടീസ് കേരള നമ്പർ ആയ വണ്ടിയാണ്. ഇതും നമ്മൾ ചോദിച്ചിരുന്നത് 8.5 ലക്ഷം രൂപയായിരുന്നു. ഇപ്പൊ നമുക്ക് 7,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. KL 65 നമ്പർ ആയതാണ്. നമ്പർ ആയ വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. എത്ര പറഞ്ഞു? 7,90,000 രൂപ. 7,90,000 രൂപയ്ക്ക് കാണിച്ചു കൊടുക്കാം. നല്ല മോഡൽ എത്രയാണ്? 2014 മോഡൽ. GL ഓപ്ഷൻ കേട്ടോ. ഇലക്ട്രിക്കൽ ചെയറും കാര്യങ്ങളും ഇതൊക്കെ. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഡ്രൈവർ സീറ്റ് അല്ലേ? അതെ, ഡ്രൈവർ സീറ്റ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 7,90,000 രൂപ ലോൺ കിട്ടൂലേ? ലോൺ കിട്ടും. 7 ലക്ഷം വരെ ലോൺ കിട്ടും. പിന്നെ ഓട്ടോമാറ്റിക് ബ്രസ 2018 VDI. 18 മോഡല്. VDI ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ആണ്. വണ്ടി എങ്ങനെയുണ്ട്? നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി ആണ്. ഇവിടെ സ്ക്രാച്ച് ഒക്കെ ഉണ്ടല്ലോ. ചെറിയ സ്ക്രാച്ച് ഒക്കെ ഇല്ലായിരിക്കും. 18 മോഡൽ അല്ലേ? 18 മോഡൽ. കിലോമീറ്റർ ഓണറൊക്കെ എത്ര ആയിട്ടുണ്ട്? ഫസ്റ്റ് ഓണർഷിപ്പാണ്. 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്ക്രാച്ച് ആണ്. ഏതാ രജിസ്ട്രേഷൻ? DL രജിസ്ട്രേഷൻ. ഡൽഹി രജിസ്ട്രേഷൻ ആണ്. അതെ. ടയറൊക്കെ കുറവാണല്ലോ. ടയർ കമ്മിയുണ്ട്. ഒരു 40% ഉള്ളൂ. 40% ഉള്ളൂ.
പിന്നെ എന്താ ഫ്ലഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഫ്ലഡ് ഒന്നുമില്ലല്ലോ. ഫ്ലഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലഡ് ടോട്ടൽ ലോസ് ഗ്യാരണ്ടിയാണ്. വേറെ എന്താ റീപ്ലേസ്മെന്റ് ഉള്ളത്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ട്? ഇന്റീരിയർ നോക്കി കാണി. ഇന്റീരിയർ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ ഉള്ളില്. പുറത്തിട്ടെ മഴക്കാലല്ലേ. അതിന്റെ എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞു? 1,14,000. 1.14 ഓടിയ സിംഗിൾ ഓണർ, ഒരു റീപ്ലേസും ഇല്ലാത്ത ഓട്ടോമാറ്റിക് ബ്രസ ഡീസൽ 2018. മൈലേജും ഉണ്ടാവും കേട്ടോ. മൈലേജ് ഉണ്ടാവും. 18 മൈലേജ്. എത്ര രൂപയ്ക്ക് നമ്മൾ പ്രേക്ഷകർക്ക് ഇത് കൊടുക്കാം? 5,90,000 രൂപയ്ക്ക് NOC എടുത്ത് കൊടുക്കാം. 5,90,000 NOC എടുത്ത് കൊടുക്കാം. അപ്പൊ നമ്പർ ആക്കാൻ വേറെ പൈസ വേണ്ടേ? നമ്പർ ആക്കാൻ ഏകദേശം 60,000 രൂപന്റെ ലെവലിൽ. 5,90,000 60 6,500. അതിന് ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും. അപ്പൊ ഇവിടെ മാനുവൽ വണ്ടി കിട്ടുന്ന അതേ റേറ്റിന് പുറത്തുനിന്നുകൊണ്ടാണ് ഓട്ടോമാറ്റിക് വിശ്വസിച്ച് കൊടുത്തൂടെ? വിശ്വസിച്ച് കൊടുക്കാം. ഇനി വേണ്ടവർക്ക് മാരുതി പോയിട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ എടുക്കാം. അത് സെയിലായില്ലേ? അത് സെയിലായി. ഏകദേശം ടോക്കൺ ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇനി നമുക്ക് ഇതൊക്കെ പറഞ്ഞതാണ്. ഒരു കിയ സോണറ്റ് ഉണ്ട്, 2021 മോഡൽ. 21 പോണ്ടിച്ചേരി വണ്ടി. ഇത് റേറ്റ് കുറച്ചില്ലേ? ഇത് കുറച്ച്, ഇത് 10,40,000 കിട്ടിയപ്പോ ഫൈനൽ കൊടുക്കാം. 2021 സോണറ്റ് കേട്ടോ. സോണറ്റ് ഓട്ടോമാറ്റിക് ഡീസൽ. അതെ, ഫുൾ ഓപ്ഷൻ. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് ഏതാണ്? ഇത് ക്യാമറി. ഇത് നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കാണ് ഇപ്പൊ. 2006 ക്യാമറി CNG ചെയ്ത വണ്ടിയാണ്. മൈലേജ് 20 ഓടിക്കാൻ സൂപ്പറാണ്. പഴയ തറവാടി വണ്ടി. CNG കൂടി കേട്ടിട്ടുണ്ട്. മൈലേജ് ഇല്ല, നല്ല മൈലേജ് ഉള്ള വണ്ടി. മൈലേജ് ഉള്ളതാണ്. ആവറേജ് ക്വാളിറ്റിയുള്ള വണ്ടി. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. എത്രക്ക് കൊടുക്കുക വണ്ടി? ഇത് അന്ന് ചോദിച്ചിരുന്നത് 2,95,000 രൂപയാണ്. നമുക്ക് 2,70,000 രൂപ കൊടുക്കാം. 25,000 രൂപ കമ്മി കിട്ടി. 2,70,000. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ചെറിയൊരു ആൾട്ടോ വാങ്ങണ വിലക്ക് നല്ലൊരു ക്യാമറ വാങ്ങാം. അതെ. ഇനി അടുത്തൊരു പുതിയ ഹോണ്ട സിറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഫുള്ള് ലോണില്. ഉണ്ട്. 2017 VX ഓപ്ഷനിൽ വരുന്ന ഹോണ്ട സിറ്റി. എന്താ അവസ്ഥ വണ്ടിയുടെ? നല്ല ഹൈ ക്വാളിറ്റി. ഇവിടെ ഇങ്ങനെ ചെറിയൊരു പശു ചാരിയ ഒരു അടയാളം കാണുന്നുണ്ട്. അത് നമുക്ക് ശരിയാക്കി കൊടുത്തൂടെ? അതൊക്കെ ശരിയാക്കി കൊടുക്കാം. ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ട്? ഇന്റീരിയർ ഒക്കെ ഹൈ ക്വാളിറ്റി. ടയറൊക്കെ പുതിയാന്ന് തോന്നുന്നല്ലോ. ടയർ ഫ്രണ്ടിൽ രണ്ടും പുതിയതാ. ബാക്ക് ഒരു 60-70% ഉണ്ട്. സൺറൂഫ് ഉള്ള ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബീഡിംഗ് ഒക്കെ എന്താ ഒരു ചെറിയൊരു ഉരുകിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് വെയിലുണ്ടിട്ടെ. വെയിൽ കൊള്ളാൻ പാടില്ല, വണ്ടി വെയിലത്ത് നിർത്താൻ പാടില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കീലെസ് എൻട്രി ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. സീറ്റൊക്കെ വലിയ മുസ്റ്റിലൊന്നും വന്നിട്ടില്ല. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, സൺറൂഫ് ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, കീലെസ് എൻട്രി, വോളിയം കൺട്രോള്. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ് അല്ലേ? എയർ ബാഗ് വരുന്ന ടൈപ്പ് അല്ലേ? എത്ര മോഡൽ പറഞ്ഞു? 2017 ഓണർ. ഇന്റീരിയറും എക്സ്റ്റീരിയറും വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി. എത്രയാണ് ഈ മോഡലിന് ആസ്ക് ചെയ്യുന്നത്? 2017 ഫുൾ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും ഉള്ള KL 50 നമ്പറായ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. എത്ര നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്നത്? 7.5 ലക്ഷം രൂപ. 7.5 ലക്ഷം രൂപ. ഇതിന്മേൽ ലോൺ കിട്ടൂലേ? ലോൺ കിട്ടും. എത്ര കിട്ടും? എന്തായാലും ഒരു 6,50,000 ലോൺ കിട്ടും. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഹോണ്ട സിറ്റി. പിന്നെ ഒരു ഇന്നോവ കാണുന്നുണ്ടല്ലോ, അതല്ല വൃത്തിയൊക്കെ ഉണ്ടല്ലോ. എത്ര മോഡൽ? ഓഫർ പ്രൈസിന് കൊടുക്കട്ടോ. ഇത് എത്ര മോഡല്? 2011 V ഓപ്ഷനിൽ വരുന്നുണ്ട്. 2011 V ഓപ്ഷൻ. 11 ആണല്ലേ? അതെ. നമ്പർ ആയ വണ്ടിയാണ്. അപ്പൊ ലോണും കാര്യങ്ങളൊന്നും കിട്ടൂല. ലോൺ കിട്ടില്ല. അതിൽ വൃത്തിയുണ്ട് വണ്ടി. ടു ഫിനാൻസ് ആണെങ്കിൽ അറേഞ്ച് ചെയ്യാം. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ അല്ലേ? വണ്ടി ഓൾറൗണ്ട് ലുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിലുണ്ട്. V ഓപ്ഷൻ ആണ്. കേരളത്തിലേക്ക് നമ്പറായ വണ്ടിയാണ്. കിലോമീറ്റർ ഓണറൊക്കെ എത്രയായി? 1,90,000 കിലോമീറ്റർ. 1,90. മൂന്നാമത്തെ RC നമ്പർ ആയതാണ് അല്ലേ? മൂന്നാമത്തെ RC ഓണർ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ചോദിച്ചിരുന്നത് 5,90,000 രൂപയാണ്. ഇന്ത്യയിലും വലിയ കുഴപ്പമൊന്നുമില്ല. 5,90,000 രൂപയ്ക്ക്
വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ല മെക്കാനിക്കൽ ഇപ്പൊ നമ്മള് ഒരു 5,70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കൊടുക്കാം. 5,70,000 കുഴപ്പമൊന്നുമില്ലാത്ത റേറ്റ് ആണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവൂലേ? അത് നെഗോഷ്യബിൾ റേറ്റ് ആണ് പറഞ്ഞത്. ഇപ്പോൾ നെഗോഷ്യബിൾ റേറ്റ് ആണെന്നാണ് ഫൈസൽ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ, ഒരു ഇന്നോവ, കുഴപ്പമില്ലാത്തൊരു ഇന്നോവ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു വാഹനം സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ഫൈസൽ? ഇതൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കണം നമ്മൾ പ്രേക്ഷകർക്ക്. നല്ല വണ്ടികൾ നോക്കുന്നവർ, കുറച്ചൊരു 3-4 വണ്ടികൾ പുതിയ വന്നിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വാഹനങ്ങളാണ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, റീപ്ലേസ്മെന്റ്. അപ്പോൾ നല്ല വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർ നമ്മളെ ഫൈസലിന്റെ നമ്പറൊക്കെ താഴെ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. പ്രത്യേകം പറയാനുള്ളത്, ആരൊക്കെങ്കിലും പാർക്ക് ആൻഡ് സെയിൽ വണ്ടികൾ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തതൊക്കെ അധികം പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളാണ്. താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.